എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂവിങ് ഓൺ. നിങ്ങൾ മൂവ് ഓൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ തേർഡ് പേഴ്സൺ മൂവ് ഓൺ ചെയ്തു പോകുമെന്ന് പറഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? രണ്ടും നോക്കാൻ പോവാണ്. നമ്മൾ ഇതുവരെയും തേർഡ് പേഴ്സൺ അവരുടെ ലൈഫിൽ നിന്നും പോകുന്ന കാര്യം നോക്കിയിട്ടില്ലല്ലോ, അല്ലേ? പിന്നെ അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. രണ്ടും സൈഡ് ബൈ സൈഡ് നമുക്ക് നോക്കാം. കുറേശ്ശെ കാർഡ്സ് എടുത്തിട്ട് ആര് പോയാലാണ് അവർക്ക് വിഷമം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷനൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ പലരും ഈ ജനറൽ റീഡിങ്ങും പേഴ്സണൽ റീഡിങ്ങിലും തമ്മിൽ ഉള്ള വ്യത്യാസം അറിയാതെ കൺഫ്യൂസ് ആവുന്നുണ്ട്. അതിനാണ് ഞാൻ പറയുന്നത്. ജനറൽ റീഡിങ് നിങ്ങൾക്കൊരു ഗൈഡൻസ് മാത്രമായിട്ട് എടുത്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൽ വേണം നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. പേഴ്സണൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് വാലിഡായിട്ട് വരുന്നത് കേട്ടോ. എന്തായാലും കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് കേട്ടോ. കാരണം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നവരുടെ സംസാരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ക്ലിയർ ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയാലത്തെ കാര്യം ചോദിക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സൺ എന്തായിരിക്കും അവരോട് പറയുക? എൻ്റെ വ്യൂവേഴ്സ് അവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്തായിരിക്കും അവരോട് റിയാക്ട് ചെയ്യുക എന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? 4 of Wands താഴെ വീണോ കേട്ടോ. ഇത് നിങ്ങൾക്കുള്ളതാണ്. 9 of Cups, 3 of Cups, Justice, Lovers, Knight of Pentacles, Death, Rebirth, 4 of Swords, 6 of Cups, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് സ്ട്രെങ്ത്. അഡീഷണൽ കാർഡ്സ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചൊന്ന് സൂം ചെയ്ത് വയ്ക്കാം. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടിയെത്തും. എന്താണ് നിങ്ങൾക്ക് ആവശ്യം? ഒരു ജീവിതം ആണ് അല്ലേ? ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അവരുടെ സൈഡിൽ നിന്നും. ഒരു ഉറച്ച കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്കായിട്ട്. അത് തീർച്ചയായും അവർ നിങ്ങൾക്കായിട്ട് തരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവർ പറയും നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാം, തീരുമാനിക്കാം. നിങ്ങൾ എടുത്തു ചാടിയൊന്നും തീരുമാനിക്കരുത്. മൂവ് ഓൺ ചെയ്ത് പോകാൻ അവർ സമ്മതിക്കില്ല. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു മാരേജിലേക്ക് നമുക്ക് പോകാം, ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാമെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയും. ഓക്കെ, 9 of Cups വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയാണ്. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്ന് തന്നെ അവർ തീർച്ചയായിട്ടും പറയും. നിങ്ങളും കൂടി വരുമ്പോഴേ അവരുടെ ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ വിട്ടുകളയാൻ ഒരു കാരണവശാലും അവർ തയ്യാറല്ല എന്ന് തന്നെ അവർ പറയും. ചിലർ അവരുടെ സുഹൃത്തുക്കളുടെ സഹായം തേടും നിങ്ങളോട് സംസാരിക്കാനും കാര്യങ്ങൾ സെറ്റിലാക്കാനും വേണ്ടിയിട്ട്, നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബേസിക്കലി അവരെ വിട്ടു പോകരുത് എന്നൊക്കെയുള്ള രീതിയിൽ സുഹൃത്തുക്കളെ ഇടപെടുത്തി പല രീതിയിൽ അവർ സംസാരിക്കാൻ ശ്രമിക്കും എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് എത്തിക്കാൻ അവർ തയ്യാറാണ് എന്ന് നിങ്ങളെ അറിയിക്കും. നിങ്ങളോട് ഒരുപാട് സ്നേഹം തന്നെയാണ്. ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ അവർ സമ്മതിക്കില്ല എന്ന് തന്നെ പറയും. നമ്മളുടെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലേ എന്നൊക്കെ അവർ ചോദിക്കും നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് സ്ട്രഗിൾ ചെയ്യാനും അല്ലെങ്കിൽ എന്ത് എഫേർട്ട് ഇടാനും അവർ തയ്യാറാണ് എന്നും അവർ പറയും. ഓക്കെ, കാര്യങ്ങൾ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് തരം എഫേർട്ട് വേണമെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നവർ ഉറപ്പ് പറയും നിങ്ങളുടെ അടുത്ത് കേട്ടോ. അതേപോലെ ഇതുവരെയും അവർ കുറച്ച് സ്ലോ മൂവിങ് ആയിരുന്നിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിങ്ങളിട്ട് അങ്ങനെയൊക്കെ നിന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർ
കൂടുതൽ എഫേർട്ട് ഇടാൻ തയ്യാറാണോ എന്നുള്ള രീതിയിൽ പറയും കേട്ടോ. എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതിനൊരു അവസാനം കുറിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഇനി ന്യായമായിട്ട് പ്രവർത്തിക്കേണ്ടത് എന്താണോ അത് പ്രകാരം ചെയ്യാം എന്നവർ നിങ്ങൾക്ക് വാക്ക് തരും. ഓക്കെ. അതുപോലെ സ്ട്രെസ്സായിട്ട് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് ഈ കാര്യത്തിന് മൂവിങ് ഓൺ ചെയ്യുന്നില്ല എന്ന് പറയുന്നിടം വരെയും ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ട് ഓവർ തിങ്കിങ് ആയി, സ്ട്രെസ്സായി, BP കയറി, അങ്ങനെ ആകെ പ്രശ്നമാവും ഇവർക്ക്. കാരണം നിങ്ങളുടേത് കുറച്ച് കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്, ചുമ്മാ ഇന്നും ഇന്നലെയും കണ്ടതൊന്നും അല്ല. കുറച്ച് കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്, അതിൻ്റേതായിട്ടുള്ള ഒരു അടുപ്പം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ആ റിലേഷൻ വിട്ട് കളയാൻ, ആ മെമ്മറീസ് മായ്ച്ച് കളയാൻ അവർക്ക് സാധ്യമല്ല എന്ന് തന്നെ അവർ പറയും കേട്ടോ. അതുപോലെ കുറച്ച് ക്ഷമിച്ചൂടെ, എടുത്തു ചാടി ഒന്നും തീരുമാനിക്കരുത്, നമ്മളുടേത് അങ്ങനെ വെറുതെ എടുത്തെറിഞ്ഞ് പോകാനുള്ളൊരു റിലേഷൻ അല്ലല്ലോ എന്നുള്ള രീതിയിലും അവർ നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പോകാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവർ ശ്രമിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും, ഒന്ന് സംസാരിക്കാം, ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ ആയിരിക്കും വരുന്നത്. റാപ്പിഡ് ആക്ഷനാണ്, എത്രയും പെട്ടെന്ന് ഓടിയെത്തും നിങ്ങളുടെ അടുത്തേക്ക്. അവർ ദൂരദിക്കിലായാലും എവിടെ ആയിരുന്നാലും ശരി നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത വണ്ടി പിടിച്ച് വരും, ഇരുന്ന് സംസാരിക്കാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഓടി വരും. ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോകും. ഇവർ പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ആലോചിച്ച് ഇവർ ആകെ ടെൻഷനായി എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് കടന്നു പോകും. ഇവർക്ക് ആകെപ്പാടെ ഒരു നെഞ്ച് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാവും. ഒരു ഹാർട്ട് ബ്രേക്ക് ആയപ്പോൾ നിങ്ങൾ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ അറിയില്ല. അപ്പോൾ വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആവും അവർക്ക്. നിങ്ങളെ ഉടനെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ, അവർ എങ്ങനെയെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അവർക്ക് നേരിട്ട് പറ്റിയില്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ വഴി കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ പറഞ്ഞ് നിർത്താൻ അവർ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ അവർ നിങ്ങളെ പോകാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന് തയ്യാറാണ് എന്നുള്ള രീതിയിലും അവർ നിങ്ങളുടെ അടുത്ത് പറയും. ഓക്കെ. ചിലർ ഉടനെ തന്നെ ഒരു ടാരോ റീഡറെയോ ആസ്ട്രോളജറെയോ ആരെങ്കിലുമൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഇതെന്താവും, ഇത് വിട്ടുപോകുമോ, അങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ടോ, ഇൻറ്റ്യൂഷണലായിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം ഒരു റീഡിംഗ് ഒക്കെ എടുക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഒന്നുകിൽ ഒരു ടാരോ റീഡറെ ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെയോ അങ്ങനെ എന്തെങ്കിലും കാണാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് അവർ തയ്യാറാണെന്ന് നിങ്ങളെ അറിയിക്കും കേട്ടോ. എന്ന് വെച്ചാൽ പോകാൻ സമ്മതിക്കില്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാം നല്ല രീതിയിൽ എന്ന് തന്നെ അവർ പറയും. ഓക്കെ. ചാരിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഉറച്ച തീരുമാനവുമായിട്ട് അവർ എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ലോങ് ഡിസ്റ്റൻസും ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ ലോ റിലേറ്റഡ് ജോലി ചെയ്യുന്ന, നിയമം സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്ന വ്യക്തികളോ ആയിരിക്കാം, പ്രീസ്റ്റ് ആയിരിക്കാം, ടീച്ചറായിരിക്കാം. ഓക്കെ. ഇതിനകത്ത് കണക്റ്റ് ആവുന്ന സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിരിക്കാം കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. വേറെ എന്താണ്, ഫ്ലവർ ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. ബാങ്ക് എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ സംബന്ധമായ ജോലി ചെയ്യുന്ന അക്കൗണ്ടൻറ്റ്, അങ്ങനത്തെ റിലേറ്റഡ് ജോലി ചെയ്യുന്ന ആളുമായിരിക്കാം. ഓക്കെ. ആക്ടറായിരിക്കാം, അങ്ങനെ ആക്ടിങ് ഫീൽഡ്, സോഷ്യൽ മീഡിയ പേഴ്സൺ, ക്രിയേറ്റീവ് ഫീൽഡ്, ആർട്ടിസ്റ്റ് ആയിരിക്കാം. അങ്ങനെ പലതും കണക്റ്റ് ആവുന്നുണ്ട്. എനിക്ക് കണക്റ്റ് ആവുന്നതെല്ലാം ഞാൻ പറയുകയാണ് കേട്ടോ. ഒന്ന് റിലേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നിങ്ങളെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യും അവർ. ഈ പറഞ്ഞ പോലെ ടാരോ റീഡറെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് എന്തെങ്കിലുമൊക്കെ സ്വിച്ച് കോഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യും എന്നും കാണുന്നുണ്ട്. പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് നിങ്ങളെന്നും അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അതും അവർ ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ മെഡിക്കൽ ഫീൽഡിലും ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം കേട്ടോ.
ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ്, ലാബിൽ ജോലി ചെയ്യുന്ന, ഫാർമസി, മെഡിക്കൽ റെപ്പ്, അങ്ങനെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ ജോലി ചെയ്യുന്ന ആളായിരിക്കും. മരുന്നുകൾ സംബന്ധമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടോ ജോലി ചെയ്യുന്ന വ്യക്തിയുമായിരിക്കാം. ഓക്കെ. ഡിവൈൻ്റെ അടുത്തേക്ക് ഓടും എന്നാണ് പറയുന്നത്. അമ്പലം പള്ളിയൊക്കെ പോയി വീണ് കിടന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമോശമൊന്നും തോന്നിക്കരുത്, നിങ്ങൾ അവരെ വിട്ടു പോകരുത് എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കും എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് പറയും അവർക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല, അവർക്ക് ഭ്രാന്ത് പിടിച്ച് പോകും നിങ്ങൾ വിട്ടു പോയാൽ. കാരണം നിങ്ങൾ അവരുടെ ഒരു അഡിക്ഷനാണ്. ഓക്കെ. ആ ഒരു അഡിക്ഷൻ പോലെയാണ് നിങ്ങളില്ലാതെ, നിങ്ങളെ കാണാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ വിട്ടു പോകാൻ അവർ അനുവദിക്കില്ല. അഥവാ നിങ്ങൾ വിട്ടു പോയാൽ ഇവർ ചേസ് ചെയ്ത് പുറകെ വരും, നിങ്ങളെ പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. 2 കാർഡ് കൂടെ എടുത്തിട്ട് നിർത്താം, ഒന്ന് ഷഫിൾ ചെയ്തിട്ട്. ഓക്കെ. ഡിവൈൻ ടൈമിങ്ങിലെല്ലാം ശരിയാകും എന്ന് അവർ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യൂ, എല്ലാം ബാലൻസിൽ എത്തിക്കാം, പ്രശ്നങ്ങളെല്ലാം തീർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബാലൻസിൽ എത്തിക്കാമെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ പറയും കേട്ടോ. എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. ഇനി നമുക്ക് നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ അടുത്തേക്ക് പോകാം. അവർ മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പേഴ്സൺ ഉണ്ട്. ആ തേർഡ് പേഴ്സൺ അവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നു എന്നവർ അറിയിച്ചാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പേഴ്സൺ ഉണ്ട്. ആ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോകുന്നു, അവരുടെ ലൈഫിൽ നിന്നും സെപ്പറേറ്റഡ് ആവുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഇത് കേസ് ബൈ കേസ് ആയിരിക്കും, എല്ലാവർക്കും ഒരു റിയാക്ഷൻ ആയിരിക്കില്ല കേട്ടോ. സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. 7 ഓഫ് സ്പോർട്സ്, ടെമ്പറൻസ്, പേജ് ഓഫ് സ്പോർട്സ്, അതാണ് എംപ്രസ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, ഹെർമിറ്റ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, മൂൺ, 10 of wands, 3 of cups, 2 of cups, okay, 3 of pentacles, bottom of the deck vannittu 6 of pentacles. നിങ്ങളുടെ തേർഡ് പേഴ്സൺ ആണ് ഇവരുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആദ്യം നിങ്ങളുടെ പേഴ്സൺ യാതൊന്നും റിയാക്ട് ചെയ്യില്ല. അവർ പറയും അവർ കുറച്ച് വെയിറ്റ് ചെയ്ത് അതൊന്ന് ഇഗ്നോർ ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കും എന്താണ് അവിടുത്തെ യഥാർത്ഥ സിറ്റുവേഷൻ. എന്നിട്ട് ഇവർ ട്രാക്ക് ചെയ്യും എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, വാട്ട് ആർ ദേ പ്ലാനിങ്, അത് യഥാർത്ഥത്തിലാണോ അവർ പറഞ്ഞത് എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ഒന്ന് മറഞ്ഞു നിന്ന് ഇവരെ ശ്രദ്ധിക്കുന്ന പോലെ ഇവരുടെ വാട്സാപ്പ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഇവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ അവരാദ്യം ശ്രദ്ധിക്കും. അതിനുശേഷം മാത്രമേ ഒരു ഉത്തരം കൊടുക്കുകയുള്ളൂ കേട്ടോ. എടുത്തു ചാടി അവർ ഓക്കെ എന്നാൽ സെപ്പറേറ്റ് ആവുമെന്നൊന്നും പറയില്ല. അവരൊരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കും, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ എന്ന് തന്നെ അവരുടെ അടുത്ത് പറയുകയും ചെയ്യും. ചിലർ ഒരു സമാധാനപ്പെടുത്താൻ ശ്രമിക്കുമെന്നും കാണുന്നുണ്ട്. ഓക്കെ, ഒരു ബാലൻസിൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ സമാധാനം നിലനിൽക്കട്ടെ, കുടുംബമാണ്, തകർന്നു പോകരുത് എന്നുള്ള രീതിയിൽ സമാധാനിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുന്നവരും ഉണ്ട്. ഓക്കെ, സംസാരിക്കാൻ ശ്രമിക്കും. എസ്പെഷ്യലി ഈ കേസ് കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ അവർ നിങ്ങളുടെ പേഴ്സൻ്റെ എന്താ പറയുക, കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ സ്ഥാനത്ത് നിൽക്കുന്നവരായിരിക്കും. കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആയിരിക്കും.
അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ സേക്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ചിലർ എന്താ പറയുക, ഒരു പ്രൊട്ടക്റ്റീവ്നെസ് കാണിക്കും. ഫൈനാൻഷ്യലി ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന ആവശ്യം ഉണ്ട് നിങ്ങളുടെ തേർഡ് പേഴ്സണ്. അതിനെ പറ്റിയിട്ട് ഇവർ ആലോചിക്കും കേട്ടോ. അങ്ങനെ ഇവർ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അവർ ഫൈനാൻഷ്യലി സെക്യൂർ ആക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് വരും എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഇവരുമായിട്ട് ഷെയർ ചെയ്തതാണ്. എനിക്കിത് സ്പൗസായിട്ട് തന്നെയാണ് കണക്റ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ അവർ ചിന്തിക്കുന്നത് അതിന് ന്യായമായിട്ട് ഇവരെ സേഫ് ആക്കണമല്ലോ. അപ്പോൾ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിൽ വരും. ഓക്കെ, എന്ന് വെച്ചാൽ ഫൈനാൻഷ്യലി എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളൊരു കാര്യം ഇവരുടെ മനസ്സിൽ വരും. വല്ലാതെ സങ്കടപ്പെട്ടു പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. കാരണം അവിടെ ഇമോഷണലി ടോട്ടലി കട്ട് ഓഫ് ആയിട്ടില്ല. അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യും, സങ്കടം തോന്നുകയും ചെയ്യും, വിഡ്രോയലായി പോകും, ഒറ്റയ്ക്ക് ഒരു ഭാഗത്തിരിക്കുക, ആരോടും സംസാരിക്കാതിരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുമെന്നും കാണുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ അവിടെ ആകെ കൺഫ്യൂസ്ഡായി പോകും. ഇവർ നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് പറയും എല്ലാ റെസ്പോൺസിബിലിറ്റീസും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുമെന്നും കാണുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണോ നിങ്ങളുടെ പേഴ്സൺ? ഓക്കെ, ഇപ്പം ഞാനെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ എന്തിനാണ് ഈ വിട്ടുപോക്ക് എന്നുള്ളത് അവർ ചോദിക്കും. മൂൺ വെച്ച് വല്ലാതെ ഒരു സങ്കടം, ഇമോഷണലി ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ ഓക്കെ, വല്ലാത്തൊരു സങ്കടം, വിഷമം എല്ലാം അവർ, ഇൻസെക്യൂരിറ്റി എല്ലാം അവർ ഫീൽ ചെയ്യുമെന്ന് കാണുന്നു. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു എക്സോഷൻ, അതൊരു വഴക്ക് ഒക്കെ ആണെങ്കിൽ വല്ലാത്തൊരു തളർച്ച, മടുപ്പ് ഒക്കെ ഫീൽ ചെയ്യുമല്ലോ. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിൽ അങ്ങനെ ആകെപ്പാടെ നമുക്കൊരു തളർച്ചയൊക്കെ തോന്നില്ലേ, ആ ഒരു ഫീലിംഗ് അവർക്ക് വരുമെന്നും കാണുന്നു. ചിലരെങ്കിലും അവരുടെ സുഹൃത്തുക്കളെ ഇൻവോൾവ് ചെയ്ത് ഇവരുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു എടുത്ത് ചാടിയൊരു തീരുമാനം വേണ്ട എന്നുള്ള രീതിയിൽ അവരുടെ സുഹൃത്തുക്കളെ ഇൻവോൾവ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുമെന്നും കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ അടുത്തുള്ള സ്നേഹം സത്യം തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ചിലരെങ്കിലും ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ആയിരിക്കില്ല ഇത്, ആർക്ക് എങ്ങനെ റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക. അങ്ങനത്തെയും ആൾക്കാരുണ്ട്. ഓക്കെ, അവരുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് അവർക്ക് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, കരുതലുണ്ട്, സ്നേഹമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ അവർ കമ്മിറ്റഡ് ആണ്, അവർ ആ മാരേജ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അവിടെ കുട്ടികളെ മാത്രം വിചാരിച്ചിട്ടില്ല, സ്പൗസിനെയും കൂടി വിചാരിച്ചിട്ട്, സ്പൗസിനോട് അവർക്ക് പ്രശ്നമൊന്നുമില്ല, സ്പൗസിനോട് സ്നേഹം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവർ അത് പറയും, നിങ്ങളോട് സ്നേഹം തന്നെയാണ്, വിട്ടു പോകരുത് എന്നുള്ള രീതിയിൽ പറയുന്നവരും ഉണ്ട്. ഓക്കെ, ഫാമിലി മെമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളും ഉണ്ടായിരിക്കും. ഓക്കെ, മറ്റ് ഫാമിലി മെമ്പേഴ്സിനെ ഇവർക്ക് വിശ്വാസമുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ച് ഇവരുടെ അടുത്ത് സംസാരിക്കാൻ ഏൽപ്പിക്കുന്ന രീതിയിലും കാണുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നിന്നുകൊള്ളാം എന്ന് നിങ്ങളുടെ പേഴ്സൺ മിക്കവാറും അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. അതേപോലെ പൈസ കൊടുക്കൽ വാങ്ങൽ വളരെ കൃത്യമായിട്ട് അവിടെ ചെയ്യും എന്നും കാണുന്നു. റെസ്പോൺസിബിലിറ്റി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലരൊരു സെപ്പറേഷന് തയ്യാറാവും കേട്ടോ, ഒരു സെപ്പറേഷന് തയ്യാറാവും. നമ്മൾ ഇഷ്ടമില്ലാത്തൊരു റിലേഷനിൽ കടിച്ച് തൂങ്ങി നിന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. സ്ലോ ആയിട്ട് ആ റിലേഷനിൽ നിന്നും പുറത്തേക്ക് പോകാൻ അവർ തയ്യാറാവും എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലരൊരു സെപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് പരസ്പരം തീരുമാനിച്ചിട്ട് ഒരു മ്യൂച്വലായിട്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തമ്മിൽ പിരിയാനുള്ള എന്താ പറയുക കാര്യങ്ങൾ അവർ ചെയ്യും എന്നും കാണുന്നു. ഒരു പെയിൻഫുൾ എൻഡിങ് അവരുടെ ഇടയിൽ വരാനും സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. അങ്ങനെ ഒരു സെപ്പറേഷനൊക്കെ പോകുന്നവരുടെ ലൈഫിൽ ആ ഒരു കംപ്ലീറ്റ് സെപ്പറേഷൻ, ആ ഒരു റിലേഷൻ അവിടെ എൻഡായി പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് വേണ്ടി സെറ്റിൽ ചെയ്ത് കൊടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഒരു സെപ്പറേഷൻ വരുന്ന സ്ഥലത്തും
എന്താണ് സംഭവിക്കുക, അവർ ഫൈനാൻഷ്യലി അവരെ സെറ്റിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നും കാണുന്നുണ്ട്. ഓക്കെ, ഇവർ ഇൻ കോണ്ടാക്റ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ശ്രമിക്കും കേട്ടോ. അങ്ങനെ സെപ്പറേഷനൊക്കെ വന്നാൽ തന്നെ ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ചിലർക്കെങ്കിലും അവിടെ കാണുന്നത് കേട്ടോ. ഈഗോ ഇഷ്യൂസ് വളരെയധികം രണ്ടുപേരും പരസ്പരം കീപ്പ് ചെയ്യുമെന്നും കാണുന്നു. ആവശ്യത്തിന് സംസാരിക്കുക, അങ്ങനെയായിരിക്കും. കാര്യങ്ങൾ പറയുക, ആവശ്യത്തിന് സംസാരിക്കുക, ആ ഒരു ലിമിറ്റിൽ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ ഡീല് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്ന്. ഓക്കെ, എംപറർ ഈഗോ ഇഷ്യൂസ് വീണ്ടും കാണുന്നു. ഈഗോ ഇഷ്യൂസ് കാരണം ഇവർ സഫർ ചെയ്യുമെന്നും കാണുന്നുണ്ട് രണ്ടുപേരും തന്നെ. അത് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആ തേർഡ് പേഴ്സണെ സെറ്റിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും റെസ്പോൺസിബിലിറ്റിയുടെ കാർഡാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് അവർ ചെയ്യുമെന്ന് കാണുന്നുണ്ട്. അവർക്ക് പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കും, അവർക്ക് സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ അവർ സെറ്റിൽ ചെയ്യും. അങ്ങനെ വളരെ കൃത്യമായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അത് തുടരും എന്നാണ് കാണുന്നത്. ഓക്കെ, അവരുടെ അടുത്ത് പറയും, നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് പറയും, നമുക്ക് പ്രാക്ടിക്കലി കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോയിക്കൂടെ, എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതിന് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം, എടുത്തു ചാടി തീരുമാനിക്കേണ്ട എന്നുള്ള രീതിയിൽ അവർ തേർഡ് പേഴ്സൻ്റെ അടുത്ത് പറയും എന്നും കാണുന്നു. ഓക്കെ, 10 ഓഫ് കപ്സ്, എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ ആ കുടുംബം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി കൂടെ, ഒരു കോംപ്രമൈസിൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയി കൂടെ എന്നുള്ള രീതിയിലും നിങ്ങളുടെ പേഴ്സൺ പ്രതികരിക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ തേർഡ് പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിയാക്ഷൻ. റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. വേറെ എന്താണ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.